ത്രിയേക ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ലിജോ ജോസഫ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് വരുന്നത്. 2022 നവംബർ 20 ഞാനിവിടെ വന്ന് ആക്ച്വലി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതുമെല്ലാം. ഇവിടെ വന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ക്ലാസ്സിന് കയറിയതിന് ശേഷം ഉടമ്പടി എടുക്കണമെന്നൊരു തോന്നൽ മാതാവ് എന്നെക്കൊണ്ട് തോന്നിപ്പിച്ചതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ അമ്മയ്ക്ക് ആക്ച്വലി ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അതും പെട്ടെന്ന് തന്നെ സ്പ്രെഡാകുന്ന ടൈപ്പായിരുന്നു. ബയോപ്സി എടുത്തതിൽ IHC ചെയ്ത് ERPR ഹെറ്റന്യൂ പോസിറ്റീവായിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ മുഴുവൻ സ്പ്രെഡാകുന്ന ടൈപ്പായത് കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വിഷയം വയ്ക്കുകയും അതിനുശേഷം സ്കാനിങ് ചെയ്തതിൽ അമ്മയ്ക്ക് എവിടെയും സ്പ്രെഡായിട്ടില്ല എന്നും അമ്മ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. എല്ലാ വർഷവും ഇപ്പം ഏകദേശം 3 വർഷമായി അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. 3rd സ്റ്റേജ് ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ഇപ്പോൾ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. ഒരു മെഡിസിനും കഴിക്കുന്നില്ല. എല്ലാ വർഷവും ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ, ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഈ നിമിഷം വരെ അറിയാൻ കഴിഞ്ഞത്. അമ്മയ്ക്ക് സ്കാൻ ചെയ്യാനായിട്ട് കയറുന്നതിന് മുമ്പായിട്ട് തൈലം അമ്മയുടെ നെറ്റിയിൽ തൂക്കുകയും അതുപോലെ തന്നെ തേൻ കുടിക്കാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സ്കാനിങ് കയറിയത്. സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം പോലെയായിരുന്നു. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, സ്പ്രെഡായിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് സത്യത്തിൽ അവിടെ ഇരുന്ന് കരയുകയാണ് ചെയ്തത്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ തന്നെ എൻ്റെ അമ്മ കൂടെയുണ്ട്. രണ്ടാമതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി 5.5 വർഷത്തോളമായിട്ട് എൻ്റെ ശരീരത്തിൽ മൊത്തം സോറിയാസിസ് പോലെ, എന്നാൽ സോറിയാസിസ് അല്ല, സ്മോൾ പ്ലേഗ് പാരാസോറിയാസിസ് എന്ന അസുഖം എനിക്കുണ്ടായിരുന്നു. അത് പ്രഗ്നൻസിയിലാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അത് ഏകദേശം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻസാണ് ഞാൻ അതിനുവേണ്ടി എടുത്തുകൊണ്ടിരുന്നത്. ഇത് മെഡിസിൻ കഴിക്കുന്നു എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് മെഡിസിൻ കഴിച്ച് എനിക്ക് നന്നായിട്ട് വണ്ണവയ്ക്കുകയൊക്കെ ചെയ്ത് കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷനിലായി. ഞാൻ ആ മെഡിസിൻ അതോടെ സ്കിപ്പ് ചെയ്യുകയും അതിനുശേഷം ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തൈലം ശരീരത്തിൽ തൂക്കുകയും വെള്ളത്തിൽ ഉപ്പ് കലക്കി അത് വെച്ച് കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് ആ മെഡിസിൻ കഴിക്കേണ്ടതായോ ഡോക്ടറെ പോയി കാണേണ്ടതായ ഒരു അവസരം വന്നിട്ടില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ പിന്നീട് അതിൻ്റേതായ ഒരു പാട് പോലും എനിക്ക് ഈ നിമിഷം വരെ ഇല്ല. ഞാൻ ഈ നിൽക്കുന്ന പോലെ അല്ല, എൻ്റെ ശരീരം മുഴുവൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫേസ് എല്ലാം ഒരുമാതിരി ചുമന്ന് അത് ബ്ലഡ് വരുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു പാടായിട്ട് ഒന്നും തന്നെ ഇല്ല. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ആക്ച്വലി 1.5 വർഷത്തോളമായിട്ട് എപ്പിലെപ്സി സീസർ എന്ന അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഉടമ്പടിയിൽ സാക്ഷ്യം വെച്ച്, ഹസ്ബൻഡ് സൗദിയിലായിരുന്നു, ആ സമയത്താണ് ഈ ഒരു അസുഖം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇപ്പോൾ ഇരിക്കുന്നു. ഉടമ്പടി സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് നേർച്ച നേർന്നതിന് ശേഷം ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് 3 വർഷത്തോളം മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞ ഈ അസുഖം ഇപ്പം മെഡിസിൻ പോലും 1 വർഷം കൊണ്ട് കഴിച്ചെന്നല്ലാതെ പിന്നീട് അത് വേണ്ട, തുടരണ്ട, പൂർണ്ണ ആരോഗ്യമുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പൂർണ്ണമായും അസുഖം മാറിയിരിക്കുന്നുവെന്ന് സ്കാനിങ്ങിലൊക്കെ അറിയാൻ പറ്റി. അതിനുശേഷം മൂന്നാമതായിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കിയ സമയത്തായിരുന്നു. ഏകദേശം 3 വർഷത്തോളമായിട്ട് ഹസ്ബൻഡിന് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടായിരുന്നില്ല. ജോലി സൗദിയിലായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഖത്തറിലേക്ക് പോവുകയും അവിടെ വെച്ച് ഷട്ട് ഡൗൺ പ്രൊജക്റ്റുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 3 മാസം ജോലി ചെയ്യും, അതിനുശേഷം ആ ജോലി പോകും, പിന്നെയും കാത്തിരിപ്പ്, വീണ്ടും ഒരു 2 മാസം, അങ്ങനെ ഏകദേശം 3 വർഷത്തോളം ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഉടമ്പടിയിൽ ഞാൻ വിഷയം വെച്ചു. ഉടമ്പടി പുതുക്കിയ 3ാമത്തെ പുതുക്കലിൽ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ നല്ലൊരു കമ്പനിയിൽ തന്നെ, ഖത്തറിലെ L&T കമ്പനിയിൽ നല്ല ശമ്പളത്തോടെ നല്ല പൊസിഷനിൽ തന്നെ സ്ഥിരമായ ജോലി തന്നെ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഹസ്ബൻഡ് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നീട് എനിക്ക് ഏകദേശം 8.5 വർഷത്തോളമായിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. എനിക്ക് എൻ്റെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രോബ്ലം ഉള്ളത് കാരണം എനിക്ക് ജോലി എവിടെയും ശരിയാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഉടമ്പടി വെച്ചതിന് ശേഷം അതിനു മുമ്പായിട്ട് ഞാൻ എവിടെയൊക്കെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം എൻ്റെ സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉടമ്പടിയിൽ ആദ്യമേ തന്നെ വെച്ചിരുന്നു, പക്ഷേ എൻ്റെ ഉടമ്പടി 3ാമതായി പുതുക്കിയ സമയത്ത് എനിക്ക് കുവൈറ്റിലേക്കൊരു ജോലി ഓക്കെ ആകുകയാണ് ചെയ്തത്. ആദ്യമേ പക്ഷേ അത് ഓൾ ഇന്ത്യ തലത്തിൽ നടന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു.
ആ ഇൻ്റർവ്യൂവിൽ ആദ്യമേ ഒരു എക്സാം ഉണ്ടായിരുന്നു, MOH എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിൽ പാസ്സായെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഇൻ്റർവ്യൂവിലും പാസ്സായെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ എന്ന് അവർ അറിയിച്ചിരുന്നു. ഓൾ ഇന്ത്യ തലത്തിലായതുകൊണ്ടും ഏകദേശം 5000-ന് മേലെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഇത് കാരണം ഞാൻ ആ എക്സാമിന് പോകുന്നില്ല എന്നൊരു മൈൻഡിൽ ഞാനിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഈ കൺസൾട്ടൻസിയിലെ ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് എന്തായാലും ഒന്ന് പോയി അറ്റൻഡ് ചെയ്യേ, കിട്ടി ഇല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ എന്ന് പറഞ്ഞത് കാരണം ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആ എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം ഞാൻ പോകുന്നത് ഇവിടെ കൂടെയാണ്, ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നതാണ്. ഞാൻ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയപ്പോൾ മാതാവിൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ഞാൻ കൊന്തയിൽ കാശ് രൂപമുണ്ട്. ആ കാശ് രൂപത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി. എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ഫീലൊന്നും ആയില്ല, മീൻസ് ടെൻഷനോ അങ്ങനെയുള്ള ഒരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല. ഞാൻ എക്സാം എഴുതി തിരികെ വന്നു, ഇവിടെ വച്ച് പ്രാർത്ഥിച്ചു, മാതാവേ അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, നീ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. അന്ന് ഞാൻ വീട്ടിൽ എത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചു. 1800 പേരാണ്, പല കൺസൾട്ടൻസിക്കാർ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണത്. അതിൽ ഞാൻ അറ്റൻഡ് ചെയ്ത കൺസൾട്ടൻസിയിൽ നിന്ന് 1800 പേരാണ് ആ എക്സാം എഴുതിയത്. ആ എക്സാമിൽ 4 പേരാണ് പാസ്സായത്. അതിലൊരാളാണ് ഞാനെന്നും പറഞ്ഞ് അവരെന്നെ കോൾ ചെയ്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു എക്സാം ഞാൻ പാസ്, കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ എക്സാമിൽ 1800 പേരിൽ 4 പേരിൽ ഒരാളാണ് ഞാനെന്ന് അവരറിയിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി, അമ്മയെ കൂടെ പോരണേ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റണേ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 കുവൈറ്റീസ് ആയിരുന്നു, 2 ലേഡീസ് ആയിരുന്നു. അവരുടെ ഇംഗ്ലീഷ് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ CV-യിൽ എനിക്ക് മൈക്രോബയോളജിയിൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് മൈക്രോബയോളജിയുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യമോ ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ബയോകെമിസ്ട്രി, ഹെമറ്റോളജി, ഹിസ്റ്റോപത്തോളജിയാണ് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ വെച്ചിരുന്നത്. അവരെന്നോട് ചോദിക്കുകയും ചെയ്തു എവിടെയാണ് എക്സ്പീരിയൻസ് ഉള്ളതെന്ന്. അപ്പോൾ ഞാനിത് പറയുകയും ചെയ്തു. പക്ഷേ അവരെന്നോട് ചോദിച്ചത് മുഴുവൻ മൈക്രോബയോളജിയുടെ ക്വസ്റ്റ്യൻസാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡിലെ ഒരു ക്വസ്റ്റ്യൻ പോലും അവരെന്നോട് ചോദിച്ചില്ല. ചോദിച്ചത് മുഴുവൻ മൈക്രോബയോളജിയാണ്. പക്ഷേ ഞാൻ പഠിച്ച സമയത്ത് ഒരു ഓർമ്മ വെച്ചിട്ട് അവർ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞു. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവരുടെ ഫേസിൽ നിന്ന് അവരും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ഞാൻ എല്ലാം കഴിഞ്ഞു, തിരിച്ചു വന്നു, ഇവിടെ കയറി. മാതാവേ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ എത്തണം, എൻ്റെ പേരിൽ ലിജോ ജോസഫ് പാസ് എന്നും പറഞ്ഞ് എഴുതി വെക്കണം, എന്നിട്ട് നീ ഇങ്ങ് പോരെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു, ഞാൻ പാസ്സെന്നും പറഞ്ഞോണ്ട്. അതിനുശേഷം ഉള്ള പ്രോസസ്സിംഗ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മെഡിക്കലായാലും PCC ആയാലും എല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത്. ഇതിനു വേണ്ടിയുള്ള പണവും കണ്ടെത്തലും അതെല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ നടന്നു. അതിനുശേഷം ഏപ്രിൽ ലാസ്റ്റിലേക്ക് പോകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ശനിയാഴ്ച വന്നിരുന്നു. അതിനുശേഷം ഇന്നലെ ഞാൻ പത്രം കൊടുക്കാനായിട്ട്, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത്. അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പത്രം കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്നും എല്ലാവരും വന്ന് എനിക്ക് പത്രം തരാമോ എന്ന് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങുകയാണ് ചെയ്തത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവിടെ നിന്ന് എല്ലാവരും എൻ്റെ നിന്ന് ചോദിച്ച് വാങ്ങുകയാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി ഏകദേശം 2 മണിക്കൂർ, അത്രയും ആയിട്ടില്ല, അതിനുള്ളിൽ തന്നെ എനിക്ക് കൺസൾട്ടൻസിയിൽ നിന്ന് കോൾ വന്നു. ഈ മാസം തന്നെ 25 അല്ലെങ്കിൽ 26-ാം തീയതിക്ക് പോകണം, ടിക്കറ്റ് എടുക്കുവാണെന്നും പറഞ്ഞാണ് അവർ വിളിച്ചത്. ഡേറ്റ് 25 അല്ലെങ്കിൽ 26, അത് കൺഫേം ചെയ്ത് നാളത്തേക്ക് പറയാമെന്ന് പറഞ്ഞു. ഇന്ന് അവരെന്നെ അറിയിക്കും 25ആണോ 26ആണോ പോകേണ്ടതെന്ന്. ഏകദേശം 8 വർഷത്തോളമായിട്ട് ഒരു ഫ്ലൈറ്റിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ ഈ മാസം പോകാനായിട്ട് റെഡിയാകുവാണ്. മാതാവിനെ ഒരുപാട് അനുഗ്രഹിച്ചു. അതിനുശേഷം എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ ഇത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്ന ആ സമയത്താണ്. ഇപ്പോൾ ഏകദേശം 1 മാസമാകുന്നു. ഞാൻ പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പോകുന്ന സമയത്ത് ഒരു വലിയ അടൂർ സിഗ്നലിൽ നിർത്തിയിട്ടേക്കുവാണ് വണ്ടി. ആ സമയത്ത് ഫ്രണ്ടിലുള്ള വണ്ടി കാരണം ഈ സിഗ്നൽ കഴിഞ്ഞെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുക. അപ്പോൾ പുറകിൽ നിന്നൊരു ബസ് വന്നെന്നെ ഇടിച്ച് ഞാൻ തെറിച്ച് വീണു. ബസ്സിൻ്റെ അടിയിലാണ് എൻ്റെ തല വീണത്. ബസ് പെട്ടെന്ന് തിരിച്ചതുകൊണ്ട് എൻ്റെ തലയിൽ വണ്ടി കയറിയില്ല. പകരം ഞാൻ വണ്ടി എല്ലാവരും ഓടിക്കൂടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ നിന്നിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ വീണതെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ് കണക്കെ പൊങ്ങിയും താണുമാണ്. പക്ഷേ ഞാൻ പൊങ്ങി താഴുന്നത് വളരെ പെതുക്കെയാണ്. അതെനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ആരോ എന്നെ പെതുക്കെ താഴ്ത്തുന്ന പോലെ എനിക്ക് നന്നായിട്ടത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടുന്ന് ഞാൻ എണ്ണിച്ചു. ഞാൻ കണ്ണടച്ച് കണ്ണ് തുറക്കുന്നത് എൻ്റെ കൺമുമ്പിൽ ടയർ കിടക്കുന്നതാണ്, വണ്ടിയുടെ ടയർ കിടക്കുവാണ്. പക്ഷേ എനിക്ക് പേടിയോ അങ്ങനെയുള്ള ഒരു കുഴപ്പവും തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് എണ്ണിച്ചു. ഞാൻ ഓർത്ത് തന്നെ ആരെങ്കിലും പിടിച്ച് പൊക്കിയതായിരിക്കും. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം എല്ലാവരും ഓടിക്കൂടുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ ഞാൻ എണ്ണിച്ചു. പക്ഷേ എന്നെ ആരോ പിടിച്ചു പൊക്കിയതുപോലാണ് തോന്നിയത്. എൻ്റെ ശരീരത്തിൽ 2 ചതവുണ്ടെന്നല്ലാതെ എനിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് പെയിനൊന്നും തോന്നുന്നില്ല. എൻ്റെ ശരീരത്തിൽ ഒരു ശകലം പോലും ചോര പൊടിഞ്ഞിട്ടില്ല.
ഒരു കുഴപ്പമില്ല. എല്ലാവരും ഓടിക്കൂടി, 2 പോലീസ് വന്നു, അവരെല്ലാം വന്ന് വണ്ടി നോക്കിയപ്പോൾ ഞാൻ ജീവനോടുണ്ടോ എന്നറിയാനാണ് വന്നത്. പക്ഷെ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ആ വണ്ടി തന്നെ ഉപയോഗിച്ചാണ് ഞാൻ പള്ളിയിൽ പോയതും തിരിച്ച് വീട്ടിലെത്തിയതും. അടുത്ത ദിവസം വണ്ടി സർവീസിങ്ങിന് കൊടുത്തു. സർവീസിന് കൊടുത്ത സമയത്ത് എൻ്റെ പപ്പയാണ് വണ്ടി സർവീസിന് കൊടുത്തത്. സർവീസിന് കൊടുത്തപ്പോൾ അവിടെ ഉള്ളവർ ചോദിച്ചു, ഈ വണ്ടി ഓടിച്ചാളിപ്പോൾ ജീവനോടുണ്ടോ എന്നാണ് ആദ്യമേ അവർ ചോദിച്ചത്. പക്ഷേ ഈ നിമിഷം വരെ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് മനസ്സിലായി അത് മാതാവാണ് എന്നെ പൊക്കി എണ്ണിപ്പിച്ചത്. ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വണ്ടി ഇപ്പോഴും വർക്ക്ഷോപ്പിലാണ്. അത് കണ്ടാൽ അത് മൊത്തത്തിൽ തകർന്നു പോയി. പക്ഷെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇവിടെ നിൽക്കുന്നെങ്കിൽ അത് മാതാവ് മാത്രമാണ്. ഞാൻ പോകുന്ന സമയത്തെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മ അവിടെ പള്ളിയിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയം ഞാനിവിടെ ആക്സിഡൻറ്റ് നടന്ന് അവിടെ കിടക്കുവാണ്. എനിക്കൊരു കുഴപ്പവും ഉണ്ടായില്ല. ആ സമയത്ത് എൻ്റെ കൊന്തയിൽ എപ്പോഴും കാശ് രൂപമുണ്ട്. കാശ് രൂപ ഇട്ടിട്ടാണ് പോയത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുകയും എവിടെയും നിർത്തുന്ന സമയത്ത് കാശ് രൂപത്തിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മാതാവ് എൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ട്. ഈ നിമിഷം വരെ എനിക്കൊരു കുഴപ്പവും ഇല്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ ഡ്യൂട്ടി ടൈം ഉള്ളത്. അത് കാരണം ഞാൻ ഡ്യൂട്ടി ടൈമിലായാലും ഇല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ അവിടെ ഉള്ള ഇൻപേഷ്യൻസിനെ കാണാൻ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ വിഷമങ്ങളൊക്കെ അവർക്ക് ആശ്വാസം കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഡ്യൂട്ടി ടൈമിങ്ങിൽ തന്നെ ഒരാൾക്ക് ബ്ലഡ് എടുക്കാനായിട്ട് ഞാൻ ലേബർ റൂമിൽ ചെന്നതാണ്. അവർക്ക് ഏകദേശം 9 തവണ അവർ അബോട്ടായി. ആ 9ാമത്തെ അന്നേരം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ IVF ചെയ്തിട്ടും അത് അബോട്ടായതിന് ശേഷമുള്ളതായിരുന്നു. അവർ കരഞ്ഞുകൊണ്ടാണ് കിടന്നത്. ഞാൻ അവരോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് എന്നോട് അവർ പറയുമ്പോഴെല്ലാവരും പൊട്ടിക്കരയുവാണ്. ഞാൻ അവരോട് കാര്യം പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു, മാതാവിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആരോഗ്യം എത്തുമ്പോൾ ഇവിടെ എത്തണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇനി നിങ്ങൾ എന്നെ കാണാൻ വരുമ്പം നിങ്ങൾക്ക് കുഞ്ഞുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് വിട്ടു. കുറേ നാൾ ഞാനവരെ മറന്നായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവരെന്നെ കാണാൻ വന്നു. ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ കാണാൻ വന്നത്. ചേച്ചി എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഹോസ്പിറ്റൽ വിട്ട് ഏകദേശം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൺസീവ് ആണെന്ന് അറിഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുമുണ്ട്. ചേച്ചി തന്ന അന്നത്തെ മാർഗ്ഗനിർദ്ദേശമാണ് ഞാൻ ഇന്ന് കുഞ്ഞോടുകൂടി ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് അവർക്ക് കുഞ്ഞ് ജനിച്ചതെന്നൊരു ഹാപ്പി ന്യൂസ് കൂടെ ആയിക്കഴിഞ്ഞപ്പം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഇവിടെ വന്നതിന് ശേഷം ആക്ച്വലി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറുള്ള ആളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരും, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം എൻ്റെ കോപത്തെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഈ നിമിഷം വരെ ആയാലും എൻ്റെ ഹസ്ബൻഡിനോടായിട്ട് അല്ല എൻ്റെ ഫാമിലിയിലാകട്ടെ എൻ്റെ പപ്പയോടും എൻ്റെ അമ്മ എല്ലാവരോടും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. മറ്റുള്ളവരോട് പോലും ആരാന്ന് നോക്കാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എനിക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ദേഷ്യത്തെ. എനിക്കിപ്പോൾ കൂടുതൽ നേരം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട്. ഇത് എൻ്റെ ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാതാവ് മാറ്റം വരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി.